ഇന്ന് നമുക്ക് പ്രിലിംസിലെ കണക്റ്റഡ് ഫാക്റ്റായിട്ടുള്ള വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിക്കാം. ജനിച്ചത് 1809 വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 സ്വാമിത്തോപ്പ് നാഗർകോവിലാണ് ജനിച്ചത്. SCERT പുസ്തകത്തിൽ ശാസ്താംകോയിൽ എന്നും പറയുന്നുണ്ട്. ബാല്യകാലനാമം മുടിച്ചൂടും പെരുമാൾ എന്നാണ്. ചെറിയ ബാല്യത്തിൽ വിളിച്ചിരുന്ന പേരാണ് മുടിച്ചൂടും പെരുമാൾ. പിന്നെ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് സ്വീകരിച്ചു, മുത്തുക്കുട്ടി എന്ന പേര് സ്വീകരിച്ചു. തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ അറിയാം, തിരുവിതാംകൂറിലെ അവർണ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ വിധം എത്തുന്ന മുണ്ടു ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ലഹളയായിരുന്നു ചാന്നാർ ലഹള. ഇതിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. ഊഴിയം വേലയ്ക്കെതിരെ സമരം നയിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഇദ്ദേഹമാണ്. ഊഴിയം വേലയ്ക്കെതിരെ സമരം നയിച്ചിട്ടുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാവ്. ശബ്ദമുയർത്തി. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകി. സ്വാമിത്തോപ്പിൽ മുന്തിരിക്കിണർ, സ്വാമിക്കിണർ എന്നിവ പണിതു. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ഇദ്ദേഹമാണ്. സമത്വ സമാജം 1836 സമത്വ സമാജം രൂപീകരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ സംഘടനയാണ് സമത്വ സമാജം. രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സ്ഥാപിച്ച സ്ഥലം സുചീന്ദ്രം, കന്യാകുമാരിയിലാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡെവിൾസ് എന്നും വെണ്ണീച്ചൻ എന്നും തിരുവിതാംകൂർ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലമാണ് ശിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠസ്വാമികളെ പാർപ്പിച്ചിരുന്നത്. 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്തിലായിരുന്നു പാർപ്പിച്ചത്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന സങ്കല്പം ഇദ്ദേഹത്തിൻ്റെതാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന സങ്കല്പം ഇദ്ദേഹത്തിൻ്റെതാണ്. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ഉലകം, എൻ്റെ അരശ്, എൻ്റെ നീതി. വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൽ. അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് തിരുക്കുറൽ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായി സ്വയം പ്രഖ്യാപിച്ചതും സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെട്ടതും ഇദ്ദേഹമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് മരുത്വാമലയിലാണ്. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൽ എന്നറിയപ്പെടുന്നു. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പതികൾ എന്നറിയപ്പെടുന്നത്. പതികൾ എന്നാണ് അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ താങ്കൽ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ്. 1833 സുചീന്ദ്രം രഥോത്സവത്തിൽ അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചു. സാമൂഹ്യനീതി, സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും ചിട്ടയോടുള്ള ജീവിതം നയിക്കുവാനും വേണ്ടി തൂവൽപന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാമൂഹ്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാനും ചിട്ടയോടുകൂടിയുള്ള ജീവിതം നയിക്കാനും വേണ്ടിയിട്ടാണ് തൂവൽപന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തൂത്തുക്കുടിക്കടുത്തുള്ള തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് മുത്തുക്കുട്ടി വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. പ്രധാന കൃതികളായി പറയുന്നത് അഖിലത്തിരുട്ട്, അരുന്നൂൾ എന്നിവയാണ്. ഇത്രയാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ള പോർഷൻസ്.